ഹേ കുട്ടൻസ്, എന്ത് വേഗത്തിലാണല്ലേ ഇന്നത്തെ ലോകം പോകുന്നത്. ഓരോരുത്തരും പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി തന്നെ മറന്നു പോകുന്നത് ഇന്നൊരു കാഷ്വലായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരാൾ ഹാപ്പി ആയിട്ട് ജീവിതം നയിക്കാൻ അവർ മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ്നെസ് അല്ല, മറിച്ച് അതൊരു മെൻ്റൽ ഹെൽത്ത് ഡീൽ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ സന്തോഷത്തോടെ അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റിയിരിക്കുന്നവർക്കും പോസിറ്റീവ് എനർജി നൽകാൻ നമുക്ക് കഴിയുന്നത്. ഒരു മരം ആരോഗ്യമുള്ളതാകുമ്പോഴേ അതിൽ നല്ല പഴങ്ങൾ നൽകാൻ കഴിയുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നാം നല്ല നിലയിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫാമിലിക്കും അതുപോലെ തന്നെ സൊസൈറ്റിക്കും നല്ലത് നൽകാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ ഗോൾസ് അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആങ്സൈറ്റീസ് എന്നിവയെ നമ്മൾ ഇഗ്നോർ ചെയ്യാതെ അതിന് മുൻഗണന നൽകുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി വളരാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ പിന്നെ നോക്കാം എന്ന രീതിയിൽ സ്വന്തം ആഗ്രഹങ്ങൾ നമ്മൾ പിന്നോട്ട് മാറ്റി വയ്ക്കുന്നത് ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഡിപ്രസീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി വയ്ക്കാം. നമ്മുടെ ദിനചര്യയിൽ കുറച്ച് സമയം സ്വന്തം ഇഷ്ടങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വായന, യാത്ര, യോഗ, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ്, മെഡിറ്റേഷൻ എല്ലാം നമ്മളെ ശാന്തമാക്കാനും നമ്മുടെ ആത്മവിശ്വാസം ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വന്തം കഴിവിനെ നമ്മൾ മാക്സിമം നമ്മൾ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനും നമുക്ക് തന്നെ നോക്കാം. അതിലൂടെ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക.